പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ക്രിസ്മസിലൂടെ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ കൃപയുടെയും ജീവന്റെ സമൃദ്ധിയുടെയും വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് സമാധാനം നൽകുന്ന, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ ജീവനിലേക്ക് നയിക്കുന്ന, എല്ലാത്തിനും ഞങ്ങളുടെ മക്കളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വലിയ സാന്നിധ്യമാണല്ലോ അങ്ങയുടെ സാന്നിധ്യം. അങ്ങേ തന്നെ തന്നുകൊണ്ട് അതിലേക്കെല്ലാം ഞങ്ങളെ ആനയിക്കുന്ന, ഞങ്ങളുടെ മക്കളെ ആനയിക്കുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ ആനയിക്കുന്ന അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല കർത്താവേ, മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കുടുംബങ്ങൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും. ഈശോയെ, പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോയ മക്കള്, മക്കളുടെ ജോലി, മക്കളുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ബന്ധങ്ങള്, അവരുടെ ശീലങ്ങള്, അവരുടെ സ്വഭാവങ്ങള്, അവരായിരിക്കുന്ന ഒരവസ്ഥകള്, ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പലവിധ നിയോഗങ്ങളോടെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ക്രിസ്മസിന്റെ ഉന്നതമായ ചൈതന്യത്തില് അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്വീകരിച്ച്, അങ്ങയെ സ്വന്തമാക്കി, അങ്ങയിൽ വളരുന്ന, അങ്ങയുടെ കൃപയിൽ ജീവിക്കുന്ന, അങ്ങയുടെ ജീവന്റെ സമൃദ്ധി ജീവിക്കുന്ന വലിയൊരു അഭിഷേകം ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരുടെ നിയോഗങ്ങള്, ഇവരുടെ പ്രാർത്ഥനകള് എല്ലാം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കൂടെ വസിക്കാൻ ഇമ്മാനുവലായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ അവസ്ഥകളില്, പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, അവരുടെ പഠനത്തില്, അവരുടെ അവസ്ഥകളില്, ബലഹീനതകളില്, അവരുടെ നിരാശയില്, രോഗപീഠയില്, ഭയത്തില്, ഉത്കണ്ഠയില്, നിരാശയില്, ചില ദുശീലങ്ങളില്, പാപ സാഹചര്യങ്ങളില്, കൂട്ടുകെട്ടുകളില്, ബന്ധങ്ങളില്, വസിക്കുന്ന ഇടങ്ങളില്, പഠിക്കുന്ന കോളേജുകളില്, താമസിക്കുന്ന ഹോസ്റ്റലുകളില്, രാജ്യങ്ങളില് എല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ മക്കളെ നയിക്കണമേ, ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കണമേ. ഒപ്പം ഞങ്ങളുടെ കുടുംബങ്ങളെ, സാമ്പത്തിക മേഖല, ജോലി മേഖല, കുടുംബജീവിതം, എന്റെ പൗരോഹിത്യം, കാർമൽ ധ്യാന കേന്ദ്രം, പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം മുതൽ ആരംഭിക്കുന്ന കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനം, ഞങ്ങളെല്ലാ ശുശ്രൂഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ രക്ഷ, സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സത്വാർത്ഥമായ ഈശോയെ, അങ്ങയുടെ രക്ഷ, ആ സത്വാർത്ഥ ഞങ്ങൾ സ്വന്തമാക്കി അനുഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസിന്റെ എല്ലാ ആഘോഷവും നമ്മൾ കഴിഞ്ഞു. ക്രിസ്മസ് പാട്ടിന്റെ ആ ഒരു ഒച്ചയും ആ ഒരു താളവും ഒക്കെ നമ്മുടെ ചെവികളിൽ പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങി. അതോടൊപ്പം തന്നെ ഒത്തിരി അലങ്കാരങ്ങളുടെ അതൊക്കെ പതുക്കെ പതുക്കെ മങ്ങിത്തുടങ്ങി, വീണു തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ ആഘോഷത്തിന്റെ വലിയ ലൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റാനും മങ്ങിത്തുടങ്ങാനൊക്കെ തുടങ്ങി. പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്മസിന് ആഘോഷം കഴിഞ്ഞു. എന്നാല് കർത്താവ് നമുക്ക് നൽകിയ ആ ഒരു കൃപ, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ സ്നേഹം, കർത്താവ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഇനി ക്രിസ്മസാനന്തര ഒരു ജീവിതമുണ്ട്. ആഘോഷങ്ങൾ കഴിഞ്ഞു. ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ ആ ഒരു ഇത്ര ദിവസം നോമ്പൊക്കെ നോക്കി പെട്ടെന്ന് എല്ലാവിധ മത്സ്യങ്ങളും എന്നൊക്കെ പറഞ്ഞ പോലെ മാംസങ്ങളും വിഭവസമൃദ്ധ ഭക്ഷണം ചെല്ലുമ്പോ ഒരു ഹാങ് ഓവർ, അതിന്റെ ഒരു മന്ദിപ്പ് നമുക്കൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിയും.
എന്നാൽ മാറാത്ത, കഴിയാത്ത, നമ്മൾ ജീവിക്കേണ്ട ഒരു ക്രിസ്മസ് ആനന്തര ജീവിതമുണ്ട്. അതെന്താണ്? ഈശോയെ സ്വന്തമാക്കി, ഈശോയുടെ കൃപ നിറഞ്ഞ്, ഈശോയുടെ ജീവൻ നിറഞ്ഞ്, ഈശോയെ തന്നെ കൂടെ നിർത്തി കൂടുതൽ കരുത്തോടെ, അഭിഷേകത്തോടെ, കൃപയോടെ, വിശുദ്ധിയോടെ, ജീവന്റെ സമൃദ്ധിയോടെ പഠനത്തില്, പൗരോഹിത്യത്തില്, ജോലിയില്, നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവിനെ ആ സ്നേഹം അനുഭവിച്ച് ആ കൃപയിൽ ആ ജീവനിൽ ജീവിക്കുന്ന ഒരു ക്രിസ്മസ് ആനന്തര ജീവിതം നമുക്ക് ആവശ്യമാണ്. നമ്മളൊന്ന് പരിശോധിച്ചേ. ക്രിസ്മസിലൂടെ നമുക്ക് ലഭിച്ചത് ഈശോയാണ്. ആ ഈശോയുടെ സ്നേഹമാണ്, ഈശോയുടെ കരുണയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്കെന്ത് മാറ്റമുണ്ട്? ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ഈ കർത്താവിനെ തന്നെ തന്നിട്ട്, ആ കർത്താവിനെ സ്വീകരിച്ചിട്ട് എന്നിലെന്ത് മാറ്റമുണ്ട്? എന്റെ കുടുംബത്തില്, എന്റെ മക്കളില്, എന്റെ സ്വഭാവത്തില്, എന്റെ പഠനത്തില്, എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും കർത്താവിനെ സ്വീകരിച്ചതിന്റെ മാറ്റമുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. നമുക്കറിയാം, ജ്ഞാനികള് ഈശോയെ വന്നു, ആരാധിച്ചു, സ്വീകരിച്ചു. അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി, വന്ന വഴിക്ക് പോയില്ല. ഈശോയെ സ്വീകരിച്ചവരാരും വന്ന വഴിക്ക് പോകില്ല. അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം, നാട്ടിടയന്മാര് വലിയ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്, ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടോ? ചില കഴിഞ്ഞ വഴികളിൽ വന്ന വഴി വിട്ടിട്ട് വേറൊരു വഴിയാണോ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ക്രിസ്മസ് ആനന്തര ജീവിതം. നന്ദി പറയണം ഈശോയ്ക്ക്. നമുക്ക് ഒരു നന്ദിയുടെ ജീവിതം. എനിക്ക് എന്റെ ഈശോയെ തന്നെ തന്നു. പിതാവായ ദൈവം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ ഈശോയെ തന്നു. ആ ഈശോയെ സ്വീകരിച്ചു. ഇനി ആ ഈശോയാൽ നയിക്കപ്പെടുന്ന ഒരു കൃപാജീവിതം. പറഞ്ഞില്ലേ, നമ്മളിനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളും, നമ്മുടെ മക്കളും, നമ്മുടെ കുടുംബങ്ങളും, നമ്മുടെ എല്ലാ ജീവിത ജോലി, ബിസിനസ്, ശുശ്രൂഷ, ധ്യാനം, കൺവെൻഷൻ, മീഡിയ മിനിസ്ട്രി എല്ലാം ഒരു കൃപാ ജീവിതമാണ്. കൃപ, ദൈവകൃപ. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. മാലാഖമാരെ പറഞ്ഞില്ലേ, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പൊ നമ്മള് ആ കൃപ ലഭിച്ചവര് ആ കൃപ സ്വീകരിച്ച് ആ കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെട്ട് ഇനി കൃപാ ജീവിതം ജീവിക്കുന്നു. അതാണ് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അടിസ്ഥാനം. അതുപോലെ പൗലോസ് പറഞ്ഞ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞുണ്ടല്ലോ, 1 കൊരിന്ത്യർ 15:10, എന്നിൽ ചൊരിയപ്പെട്ട ദൈവ കൃപ വൃഥാവിലായി പോയിട്ടില്ല. കൃപ ഒരിക്കലും സ്വീകരിച്ചു കഴിഞ്ഞാൽ വൃഥാവിലായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. എന്നാൽ അതൊന്നും ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ്. കർത്താവിനെ സ്വീകരിച്ച് അവിടുത്തെ കൃപയാൽ നിറയപ്പെട്ട്, ആ ജീവനാൽ നിറയപ്പെട്ട്, പിന്നീട് കൃപ പ്രവർത്തിക്കുന്ന, ദൈവൈക്യത്തില്, ദൈവകൃപയില് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ജീവിതം. അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മുടെ മക്കൾക്ക് ഈ കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ കൃപ അധ്വാനിക്കട്ടെ. കൃപയിൽ ഞങ്ങളുടെ മക്കൾ കൃപാ ജീവിതം ജീവിക്കട്ടെ. അത് മതി. അവരൊരു വഴിതെറ്റു പോവില്ല. പഠിക്കുവര്, വിശുദ്ധി ജീവിക്കും. ഏത് പാപ സാഹചര്യം വന്നാലും, കൂട്ടുകെട്ട് വന്നാലും അവരെ സ്വാധീനിക്കത്തില്ല. അവരതിന് പിന്നാലെ പോവില്ല. മാത്രമല്ല, ഏത് പ്രലോഭനം, ആഭിചാര്യം, മന്ത്രവാദം, ഇസ്ലാമിക ജിന്ന്, ഹലാലിന്റെ ശക്തികള്, വശീകരണ യന്ത്രങ്ങള്, ആഭിചാര്യ ശക്തികള്, എന്തു വന്നാലും ദൈവകൃപയുണ്ടോ? ഇതൊന്നും നമ്മുടെ മക്കളെ സ്വാധീനിക്കില്ല. കൃപയാണ് എല്ലാത്തിന്റെയും ഉത്തരം. കൃപയാണ് എല്ലാത്തിന്റെയും പരിഹാരം. അതുകൊണ്ട് ഈശോ പൗലോസ്യോട് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 12:9 പറയുന്നുണ്ട്, നിനക്ക് എന്റെ കൃപ മതി. മതി. ഏത് മുള്ളു മാറാനും, ഏത് പ്രശ്നം മാറാനും, എന്തിനെയും അതിജീവിക്കാൻ നമുക്ക് എന്ത് മതി മക്കളെ? എന്റെ കൃപ മതി എന്ന് ഈശോ പറഞ്ഞു. ഈ കൃപാ ജീവിതം, അതാണ് ക്രിസ്മസ് കഴിഞ്ഞുള്ള ജീവിതം നമ്മുടെ ആയിരിക്കേണ്ടത്. പരിശോധിക്കാം, അതിന് പ്രാധാന്യം കൊടുക്കാം, അതിനുവേണ്ടി ഉദാശകൾ സ്വീകരിക്കാം, അതിനുവേണ്ടി ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്നിരിക്കണം. കൃപയുടെ ജീവന്റെ സമൃദ്ധി നൽകുന്ന കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ആ കൃപയ്ക്ക് മേൽ കൃപ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകണമേ, പഠനത്തിന്, ജോലിക്ക്, കുടുംബജീവിതത്തിന്, പൗരോഹിത്യത്തിന് ആ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി അങ്ങോട്ട് കൃപയിൽ ജീവിക്കുന്ന ഒരു കൃപാ ജീവിതത്തിന്റെ, ദൈവൈക്യ ജീവിതത്തിന്റെ ഒരു ജീവിതമായിട്ട് മാറണം നമ്മുടെ മക്കളുടെ ജീവിതങ്ങള്.
നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വ്യക്തി ജീവിതങ്ങള്, പിന്നെ അങ്ങോട്ട് സഭയും ലോകവും എല്ലാ മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, നമ്മളിനി അങ്ങോട്ട് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കൃപാ ജീവിതത്തിൽ ലോകം മുഴുവനും സഭയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ജോലി ബിസിനസ് ഞാൻ പറഞ്ഞില്ല എല്ലാം ദൈവകൃപ. അധ്വാനിക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ച മക്കളെ, കർത്താവെ ക്രിസ്മസിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഡിസംബർ 26-ാം തീയതി ഇടത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ പരിശോധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആ വലിയ ദാനമാകുന്ന അങ്ങയെ തന്നെ സ്വീകരിച്ച് അങ്ങ് നൽകുന്ന കൃപയിൽ നിറയപ്പെട്ട് അങ്ങ് നൽകുന്ന ജീവനിൽ നിറയപ്പെട്ട് ഇനി അങ്ങോട്ട് അങ്ങയുമായുള്ള ഐക്യത്തില് കൃപാജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ഒരു തിരിച്ചറിവ് ഈ മക്കൾക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ കൃപാജീവിതത്തിന്റെ ദൈവൈക്യ ജീവിതത്തിന്റെ വലിയ ശുശ്രൂഷ അനേകരിലേക്ക് അങ്ങ് പകർന്നു കൊടുക്കണമേ. അനേക മക്കളിലേക്ക് ഈ കൃപയുടെ നിറവ് അങ്ങ് നൽകണം. ഇപ്പോൾ അങ്ങേ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളിലേക്ക് വിശുദ്ധ കുർബാനയിൽ നിന്ന് ആ കൃപയുടെ വലിയൊരു അഭിഷേകം, കൃപയുടെ ഒരു ശക്തി അങ്ങ് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ കർത്താവേ. അതിനായിട്ട് കൃപ ഒഴുകട്ടെ, ജീവൻ ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവകൃപ ഈ മക്കളിലേക്ക്, ഈ മക്കൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളിലേക്കും കൃപ ഒഴുകട്ടെ. ജീവന്റെ സമൃദ്ധി ഒഴുകട്ടെ. ഈശോയെ, നിറയട്ടെ എന്നിൽ, ഒഴുകട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പുതിയ അഭിഷേകമായി കൃപയുടെ സമൃദ്ധി നിറഞ്ഞാ പോരാ, കവിഞ്ഞാ പോരാ, ഒഴുകണം. ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളില്, ഞങ്ങളുടെ കുടുംബങ്ങളില് കർത്താവെ, എൻ്റെ പൗരോഹിത്യത്തില്, ഈ മക്കളുടെ ജീവിത മേഖലകളില് അങ്ങയുടെ കൃപ നിറയട്ടെ. പോരാ, ഒഴുകട്ടെ. അത് പോരാ, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. പ്രാർത്ഥിക്കും മക്കളെ. വലിയ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കും. ഈശോയെ, എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദിവ്യകാരണത്തിന്റെ മുമ്പില്, ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച മക്കളെ കൃപയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഈ പറയപ്പെട്ട ദൈവകൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാറ്റും തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ കൃപയും ജീവന്റെ സമൃദ്ധിയും കർത്താവിന്റെ സാന്നിധ്യവും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സമർപ്പിച്ച് ഈ ആശീർവാദം സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് നൽകുന്ന കൃപ സ്വീകരിച്ച് അങ്ങയെ തന്നെ സ്വന്തമാക്കി അങ്ങയുമായി ആഴമായ ഐക്യത്തിലും കൃപയിലും ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ.